بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا وارحمنا ولوالدينا لمشايخنا لأساتذتنا وللمصنف هذا الكتاب ولجميع المسلمين. വളൂ ചെയ്യേണ്ട രൂപം, കുളിയുടെ രൂപം, അങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി സംശയങ്ങൾ. അശ്ശക്കു വത്തഹാറ, സംശയം, ശുദ്ധീകരണം, സംശയവും ശുദ്ധീകരണവും. അശ്ശക്കു ഫിൽ മാ, ഒന്നാമത്തത് വെള്ളത്തിലുള്ള സംശയം. ലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ, ഫീ തഗയ്യുരി മാഇൻ, വെള്ളം പകർച്ച വന്നിട്ടുണ്ടോ, വെള്ളം പകർച്ച വന്നിട്ടുണ്ടോന്ന്. ഹൽ ഹുവ ഖലീലുൻ, അത് കുറച്ച പകർച്ചയാണോ, കസീറുൻ, അല്ലെങ്കിൽ അധികരിച്ച പകർച്ചയാണോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ശുദ്ധിയുള്ള കലരുന്ന നുറുങ്ങിച്ചേരുന്ന വസ്തുക്കള് വെള്ളത്തിൽ, അധികരിച്ച വെള്ളത്തില് ആയാല്, 2 കൊല്ലത്തെ വെള്ളത്തിലൊക്കെ ആയാല് അധികരിച്ച പകർച്ച ഉണ്ടെങ്കിലേ അത് തൊഹൂറിയത്തിൽ നിന്ന് മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് തൊഹൂർ തന്നെയാണ്. കുറഞ്ഞ പകർച്ചയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ലൗ ശക്ക സംശയിച്ചാൽ ഫി തഗയ്യുരിമായി, വെള്ളം പകർച്ചയായോ ആയതിൽ, അൽവ ഖലീലോ ഔ കസീറുൻ, അധികമാണോ കുറവാണോ എന്ന്. ഔ ഫി മുഗയ്യിരിൽ മായി, അല്ലെങ്കിൽ വെള്ളത്തെ പകർച്ച വരുത്തുന്ന വസ്തുവിനെ പറ്റി സംശയിച്ചാൽ. ഔ ഫി മുഗയ്യിരിൽ മായി, വെള്ളത്തെ പകർച്ച വരുത്തുന്ന വസ്തു. അൽ ഹുവ മുഖാലിത്ത്, അത് നുറുങ്ങിച്ചേർന്നതാണോ, മുജാവിർ, അല്ലെങ്കിൽ അതിന്റെ കൂടെ അയൽവാസിയായി നിന്ന വസ്തുവാണോ എന്ന്. നുറുങ്ങിച്ചേർന്നത് കൊണ്ട് പകർച്ചയായാലാണ്, അധികരിച്ച പകർച്ചയായാലാണ് 2 കൊല്ലത്ത് വെള്ളം പ്രശ്നമുള്ളോ. അയൽവാസിയായി നിൽക്കുന്ന ഊത് പോലെയുള്ളത്, അതിന്റെ വാസന മാത്രം അതിലേക്ക് എത്തി, നുറുങ്ങിച്ചേർന്നിട്ടില്ല, അത് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അൽഹു മുഖാലിത്ത്, അത് നുറുങ്ങിച്ചേർന്ന വസ്തു ആണോ, ഔ ഹുവ മുജാവിർ, അല്ലെങ്കിൽ അയൽവക്കം കെട്ടിയിട്ടാണോ. ഔ ഫി മാഇൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തെ പറ്റി ഒരാളെ സംശയിച്ചു. വഖഅ ഫീഹി നജസുൻ, അതിൽ നജസ് വീണു. ലം യുഗയ്യിറുഹു, നജസ് വീണിട്ട് ആ വെള്ളത്തിനത് പകർച്ചൊന്നും ആക്കിയിട്ടില്ല. ബലഗ കുല്ലത്തേന്, അത് 2 കുല്ലത്ത് എത്തിയിട്ടുണ്ടോ. വെള്ളത്തിന് നജസ് വീണ്, എന്നാൽ ബലഗ കുല്ലത്തേന് 2 കുല്ലത്ത് എത്തിയിട്ടുണ്ടോ. അംല, വെള്ളം 2 കുല്ലത്തിന്റെ കുറവാണോ. 2 കുല്ലത്ത് കുറവുള്ള വെള്ളമാണെങ്കിൽ നജസ് അതിൽ വീണ്, പകർച്ചൊന്നും ഇല്ലെങ്കിലും വെള്ളം നജസാണ്. ചെറിയ ബക്കറ്റിലെ വെള്ളമൊക്കെ 2 കുല്ലത്ത് കുറവാണ്, പകർച്ച ഇല്ലെങ്കിലും നജസാവും ആ വെള്ളം. 2 കുല്ലത്ത് അധികരിച്ച വെള്ളമാണെങ്കിൽ, 2 കുല്ലത്തൊക്കെ വെള്ളമുണ്ടെങ്കിൽ അവിടെ എന്താവൂല, പകർച്ച വന്നാലേ നജസ് ആകുള്ളൂ, നജസ് ചേർന്നാല്. അപ്പൊ ഇവിടെ സംശയം, ഔഫ്യമായ ഒരു വെള്ളത്തിൽ വഖാഫിൻ നജസുൻ, അതിൽ നജസ് വീണു. ലം യുഗയ്യിറുഹു, അത് പകർച്ചൊന്നും ആക്കിയിട്ടില്ല. ബലഗ ബിൽ ഖുല്ലത്ത്, ഇതിപ്പോ 2 കൊല്ലത്ത് വെള്ളമുണ്ടോ ഈ ടാങ്കിയിലെ വെള്ളം. അംല, ഇല്ല എന്നൊക്കെ. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഈ 3 രൂപത്തിലുള്ള സംശയങ്ങൾ. വെള്ളം ശുദ്ധി തൊഹൂറാണ് എന്നതിന്റെ മേലിൽ ബാക്കിയുള്ളതാണ്, ഇപ്പോഴും തൊഹൂറാണെന്ന് വെക്കേണ്ടതാണ്. ഈ 3 രൂപത്തിലും വെള്ളത്തെ പകർച്ചയാക്കിയത്, പകർച്ച കുറവാണോ കസീറാണോ. കസീറാവുമ്പോളെ പ്രശ്നമുള്ളൂ എന്നാണ് പൊതുവെ നിയമം. അപ്പൊ കലീലാണോ, കുറവാണോ, കസീർ അധികമാണോ എന്ന് സംശയം. അല്ലെങ്കിൽ
വെള്ളത്തെ പകർച്ചാക്കിയ വസ്തു നുറുങ്ങിച്ചേർന്നതാണോ അതിൽ അയൽവക്കം കെട്ടി നിന്ന വസ്തുവാണോ? നുറുങ്ങിച്ചേർന്ന വസ്തു കൊണ്ടാവുമ്പോഴാണ് പ്രശ്നമുള്ളൂ. സംശയിച്ചു. അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തോ നജിസ് വീണ്, പക്ഷെ വെള്ളം 2 കൊല്ലത്തുണ്ടോ ഇല്ലേ, പകർച്ചൊന്നുമില്ല, സംശയിച്ചു. എന്നാലൊക്കെ ഫൽമാഉ ബാഖിൻ അലാ തുഹൂരിയത്തി, വെള്ളം തുഹൂറാണ് എന്നതിന്റെ മേലിൽ ശേഷിക്കുന്നതാണ്. ഇന്നഹാ മുതയഖനത്തുൻ, കാരണം തുഹൂറാണ് എന്നത് ഉറപ്പുള്ള കാര്യമായിരുന്നു. സബബു സവാലിഹ, അത് അവിടുന്ന് നീങ്ങിയോ എന്നത് മഷ്കൂക്കും ഫീഹി, സംശയിക്കപ്പെടുന്നതും ആണ്. വലൗ തയഖന, ഉറപ്പായാൽ, കസറത്തു തഗയ്യുരി, ഒരാൾക്ക് ഉറപ്പായി, കസറത്തു തഗയ്യുരി, അധികരിച്ച പകർച്ച വന്നിട്ടുണ്ട് എന്ന്, വെള്ളത്തിന് അധികരിച്ച പകർച്ച വന്നിട്ടുണ്ട്. വശക്ക ഫീ സവാലിഹ, അത് ആ അധികരിച്ച പകർച്ച നീങ്ങിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ സംശയം അതുണ്ടായിരുന്നു. അധികരിച്ച പകർച്ച ഒക്കെ ഉണ്ടായിരുന്നു. ശുദ്ധിയുള്ള എന്തൊക്കെ വസ്തുക്കൾ ഇട്ടിട്ട് 2 കൊല്ലത്ത് വെള്ളത്തിലോ. പിന്നെ വശക്ക ഫീ സവാലിഹ, അത് നീങ്ങിയെന്ന് സംശയിച്ചാൽ ഫൽമാഉ ഗൈറു തുഹൂരിൻ, വെള്ളം തുഹൂറല്ല. കാരണം തുഹൂറല്ല എന്ന് ആദ്യം ഉറപ്പുള്ള വെള്ളമാണ്, പിന്നെ നീങ്ങിയെന്നല്ല സംശയം. അധികരിച്ച പകർച്ച ഉണ്ടായിന്ന് ഉറപ്പാണ്, അപ്പൊ തുഹൂറല്ല എന്ന് ഉറപ്പാണ്, പിന്നെ നീങ്ങിക്കണൊപ്പൊന്നാണോ എന്റെ സംശയം. ഫൽമാഉ ഗൈറു തുഹൂരിൻ, വെള്ളം തുഹൂറല്ല. കാരണം ആദ്യത്തെ ഉറപ്പിന്റെ മേലെ പിടിക്കുക, പിന്നീടുണ്ടായത് സംശയമാണ്. ഇതാണ് വെള്ളത്തിലെ പകർച്ച. വെള്ളം തൊഹൂറാണോ അല്ലേ എന്ന് സംശയിച്ചാൽ, വെള്ളം തൊഹൂറാണോ അല്ലേ എന്ന് പൊതുവെ സംശയിച്ചാൽ ആദ്യത്തെ ഉറപ്പിന്റെ മേലെടുത്തിട്ട് നടത്തേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി വുളൂഇലുള്ള സംശയമാണ് ഇനി പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത് പറയാം.